Mars Riva TV, a unique experience for the whole world. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ അതിരമ്പുഴ പള്ളിയുടെ വിശുദ്ധമായ മധുമഹായുടെ മുമ്പിൽ നിന്നുകൊണ്ട് എമ്മാവൂസ് എന്ന ആ ധ്യാന പരമ്പരയിൽ എമ്മാവൂസ് എന്ന സ്ഥലനാമവുമായി ബന്ധപ്പെട്ട ധ്യാനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് നമ്മൾ എമ്മാവൂസ് എന്ന സ്ഥലനാമവുമായിട്ട് ബന്ധപ്പെട്ട് ചില വ്യാഖ്യാതാക്കൾ നൽകുന്ന ഒരു സൂചന, ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ സംഭവം യാക്കോബിനുണ്ടായ ആ ദർശനവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു പരാമർശം കാണാനിടയായി. അത് വളരെ അർത്ഥപൂർണമായതുകൊണ്ട് ആ ഒരു വിശകലനം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ നമ്മൾ യാക്കോബിൻ്റെ ആ ദൈവാനുഭവത്തിൻ്റെ ആദ്യതരം നമുക്കൊക്കെ അറിയാവുന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ ആ സംഭവം കാണുന്നു. യാക്കോബ് രാത്രി കിടന്നുറങ്ങുന്നു. രാത്രിയിൽ അവന് ദർശനമുണ്ടാകുന്നു. ഭൂമി മുതൽ സ്വർഗം വരെ മുട്ടി നിൽക്കുന്ന ഒരു ഗോവണി. ആ ഗോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മനോഹരമായൊരു ദൃശ്യം കണ്ടുകൊണ്ടാണ് അവനന്ന് രാത്രി ശാന്തമായി ഉറങ്ങിയത്. പിറ്റേന്ന് പുലർന്നപ്പോൾ അവന് മനസ്സിലായി അവൻ കിടന്നുറങ്ങിയ സ്ഥലം പരിശുദ്ധമായൊരു സ്ഥലമാണെന്ന്. അപ്പോൾ അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു എന്ന് നമ്മൾ അറിയുന്നു. അതായത് ദൈവത്തിൻ്റെ ഭവനം എന്നർത്ഥമുള്ള ബഥേൽ. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അനുഭവം ലഭിക്കുന്നത് എമ്മാവൂസ് അനുഭവത്തിലൂടെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ ആഴമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നതും ഇതേ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അല്പമായിട്ടൊന്ന് വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുമ്പോൾ കുർബാനയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ അന്നാ പെസഹ എന്നുള്ള ഗീതം ആലപിക്കുമ്പോൾ അത് രണ്ടാം പാദത്തിൽ നമ്മൾ പാടുന്നുണ്ട്. ജനം ചൊല്ലുന്നത് ഇങ്ങനെയാണ്: അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആലപിക്കാറുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ സൂചന? അപ്പോൾ അനുരഞ്ജനം കൂടാതെ ഒരു വിശുദ്ധ കുർബാന അർപ്പണമില്ല. കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി സഹോദരനുമായി രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക എന്ന് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബലിയുടെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് അനുരഞ്ജനം. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ ഒരു അനുരഞ്ജന അനുഭവം കൂടാതെ ഒരിക്കലും കുർബാന അർപ്പണം പൂർണ്ണമാവുകയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് തൻ്റെ സഹോദരനുമായി ഒരു പുനഃസമാഗമത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആ പശ്ചാത്തലം നമുക്കൊക്കെയും അറിയാം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ ഏസാവ് എന്ന് പറയുന്ന സഹോദരനെ, ജ്യേഷ്ഠ സഹോദരനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന യാക്കോബിൻ്റെ ആ ആന്തരികമായ സമ്മർദ്ദം വളരെ മനോഹരമായിട്ട് ബൈബിള് പ്രതിപാദിക്കുന്നു. ആധുനിക മനഃശാസ്ത്രമൊക്കെ ഈ അടുത്ത കാലത്തല്ലേ ഉണ്ടായത്. അതിനൊക്കെ വളരെ മുമ്പ് തന്നെ വളരെ മനഃശാസ്ത്രപരമായി ആ മനുഷ്യൻ കടന്നുപോയ മാനസിക സമ്മർദ്ദങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും അവൻ്റെ ആഭ്യന്തര യുദ്ധങ്ങളുമെല്ലാം അവിടെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്കൊന്ന് കടന്നു വരാം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന വളരെ മനോഹരമായ ഒരു പ്രതീകം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബദൽ അനുഭവം പിന്നീട് ലഭിക്കുന്നത് അനേക വർഷങ്ങൾക്ക് ശേഷമാണ്. ആദ്യം തൻ്റെ ജ്യേഷ്ഠന് ലഭിക്കേണ്ടിയിരുന്ന അവകാശം കൈവശമാക്കിയ ആ മകൻ ഒളിച്ചോടി പോകുന്നു. അതിനുശേഷം പിന്നീട് അവൻ വിജയശ്രീലാളിതനായി തിരിച്ചു വരുമ്പോൾ തൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള ആ ഒരു അനുരഞ്ജനം സാധ്യമാകുവാൻ വേണ്ടി ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളിത് കാണുക. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും ഈ അനുരഞ്ജനത്തിൻ്റെ ഒരു ഗീതമായി മാറണം. നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം നടക്കേണ്ട അനുരഞ്ജനം, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ അനുരഞ്ജനത്തിൻ്റെ ആവശ്യകത, ഞാനും എൻ്റെ സഹോദരൻ തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെ ആവശ്യകത, എനിക്ക് എന്നോട് തന്നെ ഉണ്ടാവേണ്ട ആന്തരികമായ
ഇഹിദായ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആന്തരിക പരിവർത്തനത്തിൻ്റെ, ആന്തരിക വിശുദ്ധീകരണത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി സഭ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒന്ന് രണ്ട് സൂചനകളുണ്ട്. അതായത് യാക്കോബിന് അവിടെ വെച്ച ഈ യാബോക്കിൻ്റെ കടവിൽ വെച്ച് തന്നെയാണ് പിന്നീട് വീണ്ടും ദൈവത്തിന് ദൂതനുമായൊരു മൽപ്പിടുത്തം നടത്തുന്ന സംഭവം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ മൽപ്പിടുത്തത്തിൻ്റെ അവസാനം രണ്ടുപേരും വിജയിക്കുന്നില്ല, രണ്ടുപേരും തോൽക്കുന്നുമില്ല, രണ്ടും തുല്യബലത്തിൽ നിൽക്കുകയാണ്. ഉള്ള അവസരത്തിലാണ് ദൂതൻ അദ്ദേഹത്തിൻ്റെ ഇടുപ്പിലിടിക്കുകയും തുടർന്ന് അദ്ദേഹം രണ്ടുപേരും ആ മൽപ്പിടുത്തം അവസാനിപ്പിക്കുകയും. അപ്പോൾ നേരം പുലരാറായി. അപ്പോൾ ആ സമയത്ത് യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവമാണ്. അപ്പോൾ ദൈവത്തെ സ്വന്തമാക്കിയ ഒരു വ്യക്തിയുടെ അനുഭവമാണ്. അപ്പോൾ ദൈവത്തെ സ്വന്തമാക്കി കഴിയുമ്പോൾ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ അങ്ങ് വിടില്ല എന്ന് പറയുന്ന ഒരു തീവ്രമായ അനുഭവം യഥാർത്ഥത്തിൽ യാക്കോബിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയമാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ലിറ്റർജി കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും നഷ്ടപ്പെട്ടു പോകുന്നതും ഈ ഒരു ചൈതന്യം തന്നെയാണ്. ദൈവത്തെ സ്വന്തമാക്കി കഴിയുമ്പോൾ, അപ്പോൾ നമ്മളൊരു കുർബാന അർപ്പണം എന്ന് പറയുന്നത് ജനാഭിമുഖമായി നിന്നുകൊണ്ട് നടത്തുന്ന അച്ഛൻ്റെ കസർത്തല്ല, ഇത് ദൈവാരാധനയാണ്. അപ്പോൾ ദൈവോന്മുഖമായി ദൈവജനം ഒന്നടങ്കം പുരോഹിതൻ മുൻപിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നു. അപ്പോൾ ആ പുരോഹിതൻ്റെ പിറകിൽ ആബാലവൃദ്ധം ജനങ്ങളും ഒന്നു ചേർന്ന് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു തീർത്ഥാടനം, ഇതൊക്കെയാണ് സഭയുടെ ദൈവശാസ്ത്രപരമായ ചിന്തകളെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ അതിനെ അവഗണിച്ചുകൊണ്ട്, തീർത്തും അവഗണിച്ചുകൊണ്ട് ജനാഭിമുഖത്തിനൊക്കെ നമ്മൾ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ അല്പം കൂടെ ആഴത്തിൽ ബൈബിൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത സഭ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ സഭയുടെ സഹസ്രാബ്ദങ്ങൾ നീണ്ട പാരമ്പര്യങ്ങൾ നമുക്ക് ഇങ്ങനെ അവഗണിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നത് തീർച്ചയായിട്ടും വിധി വൈപരീത്യം എന്നല്ലാതെ എന്താണ് പറയുക. ഒരുപക്ഷെ ഞാനെന്ന ഭാവം, എൻ്റെ ചിന്തകൾ മാത്രം ശരിയെന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരുതരം അഹങ്കാരമാകാം ഒരുപക്ഷെ ചില വ്യക്തികളെയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എളിമയുടെ അനുരഞ്ജനത്തിൻ്റെ മനോഭാവം അത് കുർബാന അർപ്പണത്തിൻ്റെ, എമ്മാവൂസ് അനുഭവത്തിൻ്റെ ഇന്നവിറ്റബിൾ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ തന്നെ ആലോചിച്ചു നോക്കണം, നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സഭ നമ്മളോട് ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്നാണ് ഞാൻ ധ്യാനത്തിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു യേശവുമായിട്ടുള്ള അനുരഞ്ജനം പൂർണ്ണമാകുന്നത് ഈ യാബോക്കിൻ്റെ കടവിൽ വെച്ചാണ്. അപ്പോൾ ഈ യാബോക്ക് എന്ന് പറയുന്നത് പഴയ അദ്ദേഹം തന്നെ കുത്തിനാട്ടി വെച്ച അഭിഷേക തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്ത് ആ ശില ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ബഥേൽ. അതെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ ബഥേൽ അനുഭവം, ദൈവാനുഭവം, ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കുന്ന അനുഭവം നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ യാക്കോബിനെ പോലെ എളിമപ്പെടുവാൻ തയ്യാറാവും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് 3 പ്രാവശ്യം തൻ്റെ ജ്യേഷ്ഠനെ സമീപിക്കുന്നതിന് മുമ്പ് നിലം പറ്റത്താണ് മാപ്പ് ചോദിക്കുന്ന ആ പ്രപഞ്ചത്തോടും അദ്ദേഹത്തിൻ്റെ സഹോദരനോടുമൊക്കെ രമ്യപ്പെടുന്ന, ദൈവത്തോട് രമ്യപ്പെടുന്ന യാക്കോബിനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ ഏസാവ് ഓടി വന്ന് തൻ്റെ അനുജനെ ആലിംഗനം ചെയ്ത് ഇരുവരും കരഞ്ഞുവെന്ന് ബൈബിൾ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അനുരഞ്ജനത്തിൻ്റെ വേദിയാണ് ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും. എമ്മാവൂസ് അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ ഒരു അനുഭവമില്ലാതെ കുർബാന ഒരു അനുഭവമായിട്ട് നമുക്ക് ആർക്കും അനുഭവവേദ്യമാവില്ല. അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ചിന്ത വളരെ പ്രധാനമായിട്ട് സൂചിപ്പിച്ചത്. അപ്പോൾ അവിടെ അതിനുശേഷം നമ്മൾ 16-ാം അധ്യായത്തിലും 17-ാം വാക്യത്തിലുമായിട്ട് പറയുന്ന ഒരു ചെറിയ സൂചന കൂടെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതും കൂടെ ഞാനൊന്ന് ഇതിനോട് ചേർത്ത് പറയുകയാണ്. അപ്പം അതിനുശേഷം പിന്നീട് യാക്കോബ് അവിടെ പറയുന്ന ഒരു റിട്രോസ്പെക്റ്റീവ് ലുക്ക്, അതായത് ഒരു പുറകോട്ട് പിന്തിരിഞ്ഞ് നോക്കിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറയുക, കർത്താവ് ഇവിടെയുണ്ട് എന്നാൽ ഞാനത് അറിഞ്ഞിരുന്നില്ല. കർത്താവ് ഇവിടെയുണ്ട് എന്നാൽ ഞാനത് അറിഞ്ഞിരുന്നില്ല എന്ന് യാക്കോബ് പറയുകയാണ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ,
ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിനുമായിട്ട് നമ്മൾ നമ്മുടെ ഇടവക ദേവാലയത്തിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, നമ്മൾ കുർബാന അർപ്പണത്തിനായിട്ട് കടന്നു വരുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ദൈവിക സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ദേവാലയത്തിൽ കുർബാന അർപ്പണത്തെക്കുറിച്ച് എത്രമാത്രം പറഞ്ഞാലും ചിലപ്പോഴൊക്കെ ആളുകൾ പുറത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ബലിയർപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ തന്നെ ഉള്ള കേരളത്തിലുള്ള പൗരസ്ത്യ സഭാ വിഭാഗങ്ങൾ ചിലപ്പോൾ നമുക്കൊരു ഇവിടെ തന്നെയാണെങ്കിൽ പറയുകയാണെങ്കിൽ മണർകാട് പള്ളിയുടെ മധുബഹായിക്ക് കിഴക്കുവശം, നമുക്ക് മധുബഹ കിഴക്കോട്ട് നോക്കിയാണ് ഇരിക്കുക. അപ്പോൾ പള്ളി നിൽക്കുന്ന ആളുകളെല്ലാം കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പള്ളിയുടെ മധുബഹായ്ക്ക് ഇപ്പുറത്ത് പുറകിലായിട്ട് നിൽക്കുന്ന ആളുകളും കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് സംബന്ധിക്കുന്നത് അവരുടെ ഒരു പാരമ്പര്യത്തിൻ്റെ, അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ വ്യക്തികളും സ്വർഗത്തെ ലക്ഷ്യമാക്കി നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കുന്ന ആ ഒരു കാഴ്ച, പ്രിയമുള്ളവരെ, നമുക്കെന്തേ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അധുനാധുനികതയുടെ പേരിൽ നമ്മൾ പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുമ്പോൾ ഇങ്ങനെ സഭയുടെ ധന്യമായ പാരമ്പര്യം നമുക്ക് കൈമോശം വരുന്നില്ലേ എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാതെ ദേവാലയത്തിൻ്റെ മോണ്ടളത്തിലുമൊക്കെ ഇരുന്നു കൊണ്ട് കുർബാനയെ സംബന്ധിക്കുന്ന, വളരെ അലസമായിട്ട് ബലിയെ സംബന്ധിക്കുന്ന കാഴ്ചകൾ നമ്മുടെ പല ദേവാലയങ്ങളിലുമുണ്ട്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അപ്പോൾ എന്താണ് ദേവാലയമെന്ന് ഉള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന പരാജയമാണ്. കർത്താവ് ഇവിടെയുണ്ട് എന്നാൽ ഞാനത് അറിഞ്ഞിരുന്നില്ല എന്ന് യാക്കോബിനെ പോലെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മളും പറയണം. ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട മാത്യു വെള്ളാനിക്കൽ അച്ഛൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള ഒരു ഡയലോഗിന് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ദേവാലയത്തിൽ പോയപ്പോൾ അവിടെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസുമൊക്കെ ആയിട്ട് കുർബാനയിൽ സംബന്ധിച്ചു. അപ്പോൾ ആ കുർബാന അർപ്പണത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ച 2-3 കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒന്ന്, ആ ദേവാലയത്തെ ഒരു കൂദാശയായിട്ടാണ് കാണുക. നമുക്ക് 7 കൂദാശകളെ കുറിച്ച് അറിയാം, എന്നാൽ ദേവാലയം ഒരു കൂദാശയാണ് എന്നുള്ളത് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൻ്റെ ശക്തമായൊരു ഭാഗമാണ്. അപ്പം അതുകൊണ്ട് ദേവാലയം എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. ഇസ്രായേൽ ജനം ദേവാലയം നിർമ്മിക്കുമ്പോൾ ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ വെച്ച കല്ല് ചെത്തി ശബ്ദമുണ്ടാക്കുവാൻ, അവിടെ തടി ചെത്തി ശബ്ദമുണ്ടാക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ നിർമ്മാണമെല്ലാം പൂർത്തിയാക്കി എല്ലാം കൊണ്ടുവന്ന് സ്ട്രക്ചറിൽ ഉറപ്പിക്കുന്ന ജോലി മാത്രമാണ് ദേവാലയത്തിൽ നടന്നിരുന്നത്. അപ്പോൾ എത്രമാത്രം ഗൗരവമായിട്ട് ആ സ്ഥലത്തെയും ആ പ്രദേശത്തെയും അവർ പവിത്രമായി കരുതിയിരുന്നു എന്നുള്ളത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് പഴയ നിയമത്തിനെ തന്നെ, അതുകൊണ്ട് നമുക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ തീർത്തും തള്ളിക്കളയുന്നത്, തൃണവൽക്കരിക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമായ ഒരു ആത്മീയതയുടെ ഭാവമാണ്. ദേവാലയം ഒരു കൂദാശയാണ് എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ വളരെ രൂഢമൂലമാകേണ്ട ഒരു ചിന്തയാണ്. അപ്പോൾ ദേവാലയം പരിസരവും വിശുദ്ധമായിട്ട് കാണുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈശോ ജെറുസലേം ദേവാലയത്തിന് ശുദ്ധീകരണ കർമ്മം നടത്തിയതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് ഇന്ന് പറ്റുകയുള്ളൂ. നമ്മുടെ തിരുനാളുകൾ പലപ്പോഴും ഇന്ന് ജെറുസലേം ദേവാലയത്തേക്കാൾ വളരെ ഹീനമായ രീതിയിൽ ഇന്ന് കച്ചവട സ്ഥലങ്ങളായി മാറുന്നില്ലേ എന്നുള്ളത് നമ്മുടെ തിരുനാളുകളുടെ പ്രസക്തി പോലും നഷ്ടപ്പെടുന്ന വിധത്തിൽ നമ്മൾ ഇന്ന് ഈ കച്ചവടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഒന്നുകൂടെ ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. കർത്താവ് ഇന്നും ചാട്ടവാറെടുക്കേണ്ട കാലമായിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ആഘോഷങ്ങളുടെ പിറകെ നമ്മൾ പരക്കം പായുമ്പോൾ ആത്മീയതയുടെ മൂലക്കല്ലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ അടിസ്ഥാന ശില നഷ്ടപ്പെട്ട സഭയെ പുനരുദ്ധരിക്കുവാനും നവീകരിക്കുവാനും വേണ്ടിയുള്ള വെപ്രാളത്തിൽ പലപ്പോഴും കുളിപ്പിച്ച് കുഞ്ഞില്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് സഭ ഇന്ന് അധപതിക്കുന്നുണ്ട് എന്നുള്ളത് ദയനീയമായൊരു സത്യമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഗൗരവമായിട്ട് തന്നെ നമ്മുടെ തിരുനാടുകളെയും ഒക്കെയും ഈ പശ്ചാത്തലത്തിൽ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. ഇനി നമ്മളവിടെ മറ്റൊരു സംഭവം കാണുന്നത്, ജെറുസലേം ദേവാലയത്തിൽ പുരോഹിതന്മാർ ആ ദേവാലയ കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഗീതം ആലപിക്കും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഗീതം ആലപിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവാലയം മുഴുവൻ ധൂമപൂരിതമായി. ധൂമം കത്തിച്ചതല്ല, കൃത്രിമമായി അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഷക്കേന വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ദേവാലയം മുഴുവൻ ധൂമപൂരിതമായ സംഭവം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് പരസ്പരം കാണാനാവാത്ത വിധം അത്രമാത്രം വലിയ ശക്തമായ മൂടൽമഞ്ഞ് ആ ദേവാലയം നിറഞ്ഞു. പ്രിയമുള്ള സഹോദരന്മാരെ, ഓരോ കുർബാന അർപ്പണത്തിലും ഇതേ സംഭവം ഇന്നും ആവർത്തിക്കപ്പെടുകയുമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ദേവാലയത്തിൽ
അപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഏശയ്യാ പ്രവാചകനെ പോലെ നമുക്ക് പറയാൻ പറ്റാതെ പോകുന്നത്. എനിക്ക് ദുരിതം, ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു, കാരണം എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ്. അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ ഞാൻ വസിക്കുന്നു, എൻ്റെ സ്ഥിതി എത്ര ദുർഭഗമെന്ന് പറഞ്ഞുകൊണ്ട് 8-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് ഏശയ്യാ പ്രവാചകൻ. അപ്പോൾ ഇത് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കിന്ന് എമ്മാവുസ് അനുഭവം ഈ ഒരു ദൈവാനുഭവത്തിൻ്റെ മേഖലയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, ഒരു ഡിവൈൻ മിലിയു എക്സ്പീരിയൻസ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾക്ക് ഈ ഒരു അടിസ്ഥാനപരമായ ബോധ്യമുണ്ടാവണം. ദേവാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ അശുദ്ധിക്ക് വേണ്ടിയുള്ളതല്ല. അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ പല ദേവാലയ അങ്കണങ്ങളും എത്രമാത്രം ഇന്ന് തമസ്കരിക്കപ്പെടുകയും മലീമസമാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വേദനയോടുകൂടിയും ഞെട്ടലോടുകൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ദേവാലയ പരിസര പ്രദേശങ്ങൾ ഇന്ന് യുവമിഥുനങ്ങൾക്ക് സമ്മേളിക്കുവാനുള്ള സ്ഥലങ്ങളായി ഒരു പാർക്ക് പോലെ ആയി മാറുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ചങ്കത്തടിച്ച് തമ്പുരാനോട് മാപ്പ് ചോദിക്കേണ്ട കാലമായി. അപ്പോൾ എമ്മാവുസ് അനുഭവം ഇന്ന് നമുക്ക് അന്യമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവങ്ങളിലുണ്ടായ മാറ്റമാണ് ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഈ ഒരു എമ്മാവുസ് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബഥേൽ അനുഭവമായി നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് ഈ സംഭവത്തെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്: ഇന്നും ബഥേൽ അനുഭവം നമുക്ക് നൽകുന്നത് എമ്മാവുസ് അനുഭവമായ വിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ ആ ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കർത്താവിനെ, പിതാവായ ദൈവത്തെ നമ്മൾ മഹത്വപൂർണ്ണനായി കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത്, സംവദിക്കുന്നത് പുത്രനായ ഈശോ മിശിഹായാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എന്നോട് സംസാരിക്കാൻ, എന്നോട് ചങ്ങാത്തം കൂടുവാൻ, എന്നോട് സൗഹൃദമായിരിക്കുവാൻ, എന്നോടൊപ്പം ആയിരിക്കുവാൻ, എൻ്റെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി എന്നോടൊപ്പം എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന ആ ദൈവത്തെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ എത്രമാത്രം മാറോട് ചേർത്ത് പിടിച്ചാലും അധികമാവുകയില്ല. അപ്പോൾ ഈ എമ്മാവുസ് അനുഭവം ഈ ദിവസം നമുക്ക് നൽകുന്ന ചിന്ത ഇത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ കുർബാന അർപ്പിക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ ദേവാലയം ധൂമപൂരിതമായി ദൈവത്തിൻ്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ ഈ വസ്ത്രാഞ്ചലത്തിൻ്റെ സ്പർശനം അപ്പോൾ നമുക്ക് രോഗസൗഖ്യം നൽകും. ബൈബിൾ തന്നെ ഉദാഹരണമുണ്ട്. ഈശോയുടെ വസ്ത്രത്തിന് വിളിമ്പിൽ സ്പർശിച്ച രോഗിണിക്ക് സൗഖ്യം കിട്ടിയ സംഭവം. അപ്പോൾ ഇന്ന് നമുക്ക് സൗഖ്യം ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വന്നാൽ മതി. പക്ഷേ ഈ ഒരു യോഗ്യതയോടുകൂടിയുള്ള ബലിയർപ്പണം, ദേവാലയത്തിൻ്റെ വിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട്, പരിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമ്മൾ കടന്നു വന്ന് വിശുദ്ധ കുർബാന സഭ പറയുന്നത് പോലെ പരികർമ്മം ചെയ്യുമ്പോഴാണ് അഭിഷേകം ഉണ്ടാവുക. അത് വ്യക്തമായിട്ട് തിരിച്ചറിയും. സഭ പറയുന്നത് പോലെ, കാരണം സഭയുടേതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഈ സഭ നമ്മോട് പറയുന്നത് നമ്മൾ അനുസരിക്കുക, നമ്മുടെ തോന്നിവാസം കാണിക്കുവാൻ വേണ്ടിയ സ്ഥലമല്ലത്. അവിടെ നമ്മൾ എളിമപ്പെട്ട് സഭയോട് ചേർന്ന് സഭ പറയുന്നത് പോലെ അനുവർത്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ അഭിഷേകം പെയ്തൊഴുകും. വേനൽക്കാലത്തുണ്ടാകുന്ന പെരുമഴ പോലെ നമ്മുടെ ഭവനങ്ങളിലേക്ക് ഐശ്വര്യവും അനുഗ്രഹവും ഇന്നും വാരിക്കോരി ചെരിയപ്പെടുന്നത് ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയാണ്. അതുകൊണ്ട് ദേവാലയത്തിൻ്റെ പരിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട്, ദേവാലയത്തിൻ്റെ മനുബഹായുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈ അവസരത്തിൽ എമ്മാവൂസ് എന്ന സ്ഥലനാമവുമായിട്ട് ബന്ധപ്പെടുത്തി, ബഥേൽ എന്ന സ്ഥലവുമായിട്ട് നമ്മൾ പഴയ നിയമത്തിലെ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണത്തെ ഒന്നുകൂടെ നമ്മൾ പുനരാലോചിക്കുക. എവിടെയാണ് എനിക്ക് കുറവ് വന്നിട്ടുള്ളത്? എവിടെയാണ് നമ്മൾ തിരുത്തൽ വരുത്തേണ്ടത്? അപ്പോൾ ആ രീതി തിരുത്തൽ വരുത്തിക്കൊണ്ട് സഭയോട് ചേർന്ന്, സഭയുടെ നാമത്തിൽ നമുക്ക് ഒന്ന് ചേർന്ന് അനുരഞ്ജിതരായി ബലിയർപ്പിക്കുക. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Mars Sliva TV, a unique experience for the whole world.